ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ. സ്പാഡെക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഓട്ടോണോമസ് ഡോക്കിംഗ് ഡെമോൺസ്ട്രേറ്റ് ആക്കാനുള്ള ഒരു ഇന്ത്യൻ സാങ്കേതിക ദൗത്യമാണ് സ്പാഡെക്സ്. 2024 ഡിസംബർ 30 വിക്ഷേപിച്ച 220 കിലോഗ്രാം ഭാരമുള്ള 2 മോഡിഫൈഡ് എമിസ്-1 ക്ലാസ് ഉപഗ്രഹങ്ങൾ ആണ് ഈ മിഷൻ ഉൾപ്പെടുന്നത്. ഒരു ഉപഗ്രഹം ചേസർ ആയും മറ്റൊന്ന് ടാർഗറ്റ് ആയും പ്രവർത്തിക്കുന്നു. ഉപഗ്രഹങ്ങൾ മണിക്കൂറിൽ 28,800 കിലോമീറ്റർ വേഗതയിൽ ഓർബിറ്റ് ചെയ്യും. ഡോക്കിംഗിന് മുമ്പ് അവയുടെ റിലേറ്റീവ് വെലോസിറ്റി മണിക്കൂറിൽ 0.036 കിലോമീറ്ററായി കുറയ്ക്കേണ്ടതുണ്ട്. ഡോക്കിംഗിന് ശേഷം ചേസറും ടാർഗറ്റും വേർതിരിക്കപ്പെടും. അങ്ങനെ അവർ പേലോഡുകൾ ഉപയോഗിച്ച് അവരുടെ നിയുക്ത പരീക്ഷണങ്ങൾ നടത്തുന്നു. ക്രൂ ട്രാൻസ്ഫർ, അന്താരാഷ്ട്ര പങ്കാളിത്തം എന്നിവയുൾപ്പെടെയുള്ള ഭാവി ഗ്രഹ ദൗത്യങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ ഒരു മുന്നോടിയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഇവന്റുകൾക്ക് സുപ്രധാന നാഴികക്കല്ലാണ് സ്പാഡെക്സ് ദൗത്യം. സ്പാഡെക്സ് മിഷൻ സക്സസ് ആയാൽ ബഹിരാകാശ ഡോക്കിംഗിൽ പ്രാവീണ്യം നേടുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. സ്വന്തമായി ബഹിരാകാശ നിലയം എന്ന ദൗത്യത്തിന് ആദ്യ സ്റ്റെപ്പ് ആണ് സ്പാഡെക്സ്. ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഇന്ധനം നിറയ്ക്കൽ ദൗത്യങ്ങൾ, മനുഷ്യ ബഹിരാകാശ യാത്രകൾ, ചന്ദ്രയാൻ 4 ദൗത്യം എന്നിവ പോലുള്ള ഭാവി ശ്രമങ്ങൾക്ക് ഡോക്കിംഗ് മിഷൻസ് അത്യാവശ്യമാണ്. സ്പാഡെക്സ് ദൗത്യം 375 കോടി രൂപ ബജറ്റിൽ പൂർത്തിയാക്കി. ഇത് മറ്റു അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ മിഷനുകളെക്കാൾ ബഡ്ജറ്റ് കുറവാണ്. ഡോക്കിംഗ് ഡിസംബർ 7 നടക്കുമെന്നായിരുന്നു ഇസ്രോ അറിയിച്ചിരുന്നത്. എന്നാൽ അത് ഡിസംബർ 9 മാറ്റിയിരിക്കുന്നു എന്ന് ഇസ്രോ ചെയർമാൻ ഡോക്ടർ എസ്. സോമനാഥ് ഒഫീഷ്യൽ ആയി അറിയിച്ചു.